നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM തോറ്റമ്പിയതിനെക്കുറിച്ചുള്ള ചർച്ചകളും കോലാഹലങ്ങളും ഒക്കെ തന്നെ പാർട്ടിയിൽ അവസാനിച്ചിട്ടുണ്ട്. സംവിധാനം എങ്ങനെ ഉടച്ചു വാർക്കണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മാറ്റം സംഭവിക്കുമോ ഈ പാർട്ടി? ഇപ്പോൾ തോൽവി സംബന്ധിച്ചിട്ട് എല്ലാ കാലത്തും ഇതുപോലെ ചർച്ചകൾ നടക്കാറുണ്ട്. പക്ഷേ എൻ്റെ അനുഭവം ആ ചർച്ചയുടെ ഫലമായി ഒരു മാറ്റവും ഇതിനു മുമ്പ് നടന്നതായിട്ടില്ല, എൻ്റെ അനുഭവത്തിലില്ല. ഇതും അതുപോലെ തന്നെ ആവാനാണ് സാധ്യത എന്നാണ് അവരുടെ പൊതുവായ വിലയിരുത്തൽ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. യഥാർത്ഥ കാരണം കണ്ടെത്തി അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിലപാടിലേക്കല്ല CPM പോകുന്നത് എന്നാണ് അവരുടേതായ ചില പ്രസ്താവനകളിലൂടെയും അതുപോലെ തന്നെ റിപ്പോർട്ടിങ്ങുകളിലൂടെയൊക്കെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ലോക ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ടാകുമ്പോൾ നേതൃമാറ്റങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാലിൻ്റെ നേതൃത്വം മാറി ക്രൂഷ്ചേവിൻ്റെ നേതൃത്വം വന്നു. അതിനുശേഷം പിന്നീട് ബ്രെഷ്നേവും അതുപോലെ പുതിയ നേതൃത്വം സോവിയറ്റ് യൂണിയനിൽ വന്നു. പക്ഷേ ഒരു പാർട്ടിയിൽ തിരിച്ചടി ഉണ്ടാകുമ്പം സ്വാഭാവികമായും നേതൃത്വ മാറ്റം ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പോലും ഉണ്ടായിട്ടുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കൂട്ടായ നേതൃത്വമാണ് എന്നൊക്കെയാണ് പറയുക. തീർച്ചയായിട്ടും ഒരു കൂട്ടായ നേതൃത്വം. പക്ഷേ ആ കൂട്ടായ നേതൃത്വമാണെങ്കിലും അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവം സെക്രട്ടറി കേന്ദ്രീകൃതമായ ഒരു സംഘടനയാണ് പാർട്ടി. അതുപോലെ തന്നെ ലീഡർഷിപ്പിൽ, അതായത് മുകളിൽ കേന്ദ്രീകൃതമായ ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുക എന്നാണ് അവർ പറയുക. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് തന്നെ മുകളിലുള്ളവർ തീരുമാനിക്കുന്നു, താഴെ നടപ്പിലാക്കുന്നു. താഴെ നിന്ന് കേട്ട് മുകളിൽ തീരുമാനിക്കുക എന്ന പാർട്ടിയുടെ ജനാധിപത്യ രീതി പാർട്ടിയിൽ പാലിക്കപ്പെടുന്നില്ല. അതിൻ്റെ ഒരു പ്രത്യാഘാതമാണ് ഈ കാലയളവിൽ പാർട്ടിക്ക് നേരിടേണ്ടി വന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പാർട്ടിക്കാർ പറഞ്ഞിട്ടും പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഉറച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരുമോ? പിണറായി CPMനെ സംബന്ധിച്ച് അത് കരുത്തുള്ള നേതാവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പിണറായി പ്രതിപക്ഷ സ്ഥാനത്ത് തുടരണമെന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടാവുക. അതിൽ ആ പാർട്ടിയാണ് ആ തീരുമാനം എടുക്കേണ്ടത്. ആര് പ്രതിപക്ഷ നേതാവാകണം, ആര് മുഖ്യമന്ത്രിയാവണം എന്നൊക്കെ തീരുമാനിക്കുക അത് പാർട്ടികളാണ്. ആ പാർട്ടികൾ തീരുമാനിച്ചാൽ അത് നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണല്ലോ രീതി. ഇപ്പോൾ PD സതീശൻ മുഖ്യമന്ത്രിയാവണമെന്ന് കോൺഗ്രസ് തീരുമാനിച്ചു, അത് അംഗീകരിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി ആവണമെന്ന് CPM തീരുമാനിച്ചു, അത് നടപ്പിലായി. അതിലിനി ഒരു അഭിപ്രായം പറയാൻ എനിക്കതിൽ യാതൊരു വിധത്തിലുള്ള പങ്കും ഇല്ലാത്ത ഒരാളാണ്. കാരണം എനിക്കതിലൊരു പങ്കാളിത്തം ഇല്ല അത്തരം തീരുമാനങ്ങളിൽ. CPMനെ നയിക്കാൻ പിണറായി അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ളൊരു ടാഗ് ലൈനോടുകൂടി പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ വിജയിച്ചാൽ എല്ലാ ക്രെഡിറ്റും പിണറായിക്ക് തന്നെയായിരുന്നു. അപ്പോൾ ശരിക്കും തോൽവിയുടെ എല്ലാ ക്രെഡിറ്റും പിണറായി വിജയന് തന്നെ, കാരണഭൂതൻ കൂടിയായിട്ടുള്ള പിണറായി വിജയന് തന്നെ മാറി നിൽക്കുന്ന സാഹചര്യമല്ലേ ഉള്ളൂ. അത് ആ മുദ്രാവാക്യം തെറ്റാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം കാസർഗോഡ് മുതൽ പാറശാല വരെ പിണറായിയുടെ ഹോൾഡിങ്സ് വെച്ചിരിക്കുക. LDF അല്ലാതെ മറ്റാരുണ്ട്? പിണറായിൻ്റെ ഫോട്ടോ വെച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ പിണറായി അല്ലാതെ മറ്റാരുണ്ട്? അതാണല്ലോ, പിണറായിൻ്റെ ഫോട്ടോ വെച്ചിട്ട് LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം പിണറായി അല്ലാതെ മറ്റാരുണ്ട്. ഇത് ജനങ്ങളുടെ ഇടയിൽ അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. കാരണം അതിനെക്കുറിച്ച് ചർച്ചകൾ പാർട്ടിയിലുള്ളവർ തന്നെ ഇങ്ങനെ ഒരു രീതിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു. കാരണം അങ്ങ് നിങ്ങളൊരാളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് CPM ഇങ്ങനെ പ്രചരണം നടത്തുന്നതിനെ പഴയ പാർട്ടി സഖാക്കളൊക്കെ വിമർശിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ഫോട്ടോ വെക്കുന്നതിന് പോലും എതിര് നിന്ന പാർട്ടിയായിരുന്നു CPM. പക്ഷേ അതിന് പിന്നീട് കാലത്തിനനുസരിച്ച് മാറി. എന്നാൽ മാറിയാലും ഇതൊരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നതിനെതിരായിട്ട് വലിയ വിമർശനം പാർട്ടിക്കകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതി തെറ്റായിരുന്നു എന്നാണ് പൊതുവെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൂടി ഈ തെരഞ്ഞെടുപ്പിന് പരാജയ കാരണമായിട്ടുണ്ടാകാം എന്നാണ് ഞാൻ കരുതുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.